സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ ആരംഭിക്കാനിരിക്കെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയിരിക്കുകയാണ് സപ്ലൈകോ. അരി, പഞ്ചസാര, തുവരപ്പരിപ്പ് എന്നിവയുടെ വില വർദ്ധിപ്പിച്ചു. കുറുവ അരിയുടെ വില 1 കിലോയ്ക്ക് 30 രൂപയിൽ നിന്ന് 33 രൂപയാക്കി. പഞ്ചസാരയ്ക്ക് 6 രൂപയും തുവരപ്പരിപ്പിന് 4 രൂപയുമാണ് കൂട്ടിയത്. 13 ഇനം സബ്സിഡി സാധനങ്ങളിൽ ജയ അരിക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത്. ചെറുപയറിന്റെ വില 92 രൂപയിൽ നിന്ന് 90 രൂപയാക്കി കുറച്ചത് മാത്രമാണ് ഓണത്തിന് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഏക നടപടി. എന്നാൽ വിലവർദ്ധനയെ ന്യായീകരിച്ചാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇന്ന് രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സപ്ലൈകോ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. സപ്ലൈകോ പഞ്ചസാര 8 മാസം കൊടുക്കാതിരുന്നപ്പോൾ വില വർദ്ധിച്ചെന്നോ കുറഞ്ഞെന്നോ ഉള്ള തർക്കങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ കാണിക്കുന്നത്? പഞ്ചസാരയുടെ വില ചെറിയ വ്യത്യാസം വരുത്തുമ്പോഴും ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഉറപ്പാക്കുകയാണ്. ആ പോയിന്റാണ് നമ്മൾ കാണേണ്ടുന്നത്. ഈ മാർക്കറ്റിൽ 42 രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ്, നമ്മൾ വാങ്ങുന്നത് 42 രൂപയ്ക്കാണ്. അതാണ് 31 രൂപയ്ക്ക് 32 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് 5-4 മാസം കഴിയുമ്പോൾ ചെറിയ ചില ക്രമീകരണങ്ങൾ പബ്ലിക്കിന് ഏറ്റവും സഹായകരമാകുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ വിപണിയിൽ വ്യാപകമായി സാധനങ്ങൾ എത്തുന്ന നിലപാടെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ തിരക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ചെന്നാൽ കാണാൻ കഴിയും. അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ്. സർക്കാർ കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് സപ്ലൈകോ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കിഴക്കേക്കോട്ട സപ്ലൈകോ സ്റ്റോറിൽ നിന്ന് അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. കണ്ണൂർ സപ്ലൈകോയിൽ നിന്ന് അർജുൻ കല്യാടുമുണ്ട്. നമുക്ക് ആദ്യം അരുൺ സോളമനിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ എന്താണ് സാഹചര്യം അരുൺ? സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു കച്ചവടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടം EK നയനാർ പാർക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ സപ്ലൈകോയുടെ ഭാഗമായിട്ട് ഓണം ഫെയർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഔട്ട്ലെറ്റുകളിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും ഏറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ സാധനങ്ങളെല്ലാം എത്തിയിരിക്കുന്നു. നമുക്ക് ഈ കാഴ്ചകളിൽ കാണുന്നത് പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ എല്ലാ ഔട്ട്ലെറ്റുകളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഏറെ കാലങ്ങളായി സപ്ലൈകോയിൽ ഇല്ലാതിരുന്ന സാധനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പഞ്ചസാരയായിരുന്നു. പഞ്ചസാര 8 മാസത്തിന് ശേഷം ഇപ്പോൾ സപ്ലൈകോയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ ചില സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട 2 സാധനങ്ങളിൽ വില കുറഞ്ഞിരിക്കുന്നു. അതിൽ ചെറുപയർ അതുപോലെ തന്നെ മുളക് അടക്കമുള്ള 2 സാധനങ്ങളിൽ വില കുറഞ്ഞിരിക്കുന്നു. ഇതിൽ ചെറുപയർ 90 രൂപയായിരിക്കുകയാണ് ഇപ്പോൾ വിലയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഈ മട്ടയരി അതുപോലെ തന്നെ കുറുവേരി ഈ മുളക് പുറമെ മുളകിനും അതുപോലെ തന്നെ 75 രൂപയായിരുന്നു. ഈ 75 രൂപയിൽ ഇപ്പോൾ 73 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലും 2 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ അരിയിൽ 4 അരിയാണ് സപ്ലൈകോ വഴി നൽകുന്നത്. അതിൽ 4 അരിയിൽ ജയ്ക്ക് മാത്രമാണ് 29 രൂപ. ബാക്കി 3 അരികളിലും വില വ്യത്യാസം വന്നിട്ടുണ്ട്. മട്ട, കുറുവ അതുപോലെ തന്നെ ഈ അരികളിൽ, അതായത് പച്ചരി, ഈ പച്ചരി നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞതാണ്, GR അനിൽ വ്യക്തമാക്കിയിരുന്നു 3 രൂപ കൂടാൻ സാധ്യതയുണ്ട്. അതെന്തായാലും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 3 രൂപ വെച്ച് ഈ 3 അരികൾക്കും ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. സാമ്പാർ പരിപ്പാണ് അത്യാവശ്യം. സാമ്പാർ പരിപ്പില്ല. സാമ്പാർ പരിപ്പ് വന്നിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടോ? എല്ലാം കൊണ്ട് വില കൂടുതലാണ്. എന്നാലും നമ്മൾ വന്ന് വാങ്ങിക്കണം. നമുക്ക് ആ സാധനം വേണ്ടേ? എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? അത് സബ്സിഡി മുളക് ഉണ്ട്, പയറുണ്ട്. മുളകിന് വില കുറവുണ്ടോ? കുറവുണ്ട്, സബ്സിഡി ആണ്. പയറിന് വിലക്കുറവുണ്ട്, പിന്നെ എണ്ണയ്ക്ക് വിലക്കുറവുണ്ട്. തൃപ്തികരമാണ് തീർച്ചയായിട്ടും. ഇതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ EK നയനാർ പാർക്കിൽ, തൊട്ടടുത്ത EK നയനാർ പാർക്കിൽ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിയും. ആദ്യ വിൽപ്പന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് നിർവഹിക്കുക. ഇതിനോടനുബന്ധിച്ച് തന്നെ നാളെ തൊട്ട് 14-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും എല്ലാ ജില്ലകളിലും എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ സാധനങ്ങൾ എത്തും. ഇവിടെയും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ ലോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ടും സാധനങ്ങൾ എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കണ്ണൂരിലെ സപ്ലൈകോയിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന് നോക്കുന്നു അർജുൻ കല്യാട്. ഓണം ഇങ്ങെത്തിയിരിക്കുകയാണ്. ഓണത്തിന് സപ്ലൈകോ ഒരുക്കുന്ന വിഭവങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് അത്ര രുചിയേറിയതാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വില കൂടിയിരിക്കുകയാണ്. പഞ്ചസാരക്കുൾപ്പെടെ വില കൂട്ടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടിയോ അമ്മേ? എല്ലാ സാധനവും കിട്ടിയോ? എല്ലാം കിട്ടിയോ? വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഈ സപ്ലൈകോക്ക് അകത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കാം. നമുക്ക് പഞ്ചസാരയ്ക്ക് സബ്സിഡി വില 36 രൂപ 75 പൈസയാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സാധനങ്ങൾ, ഈ സബ്സിഡി സാധനങ്ങൾ 14 എണ്ണം കിട്ടാനില്ല. ഉള്ള 2 സാധനങ്ങൾക്ക് വില കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. നമുക്ക് ചോദിക്കാം, എല്ലാ സാധനം കിട്ടിയോ? എല്ലാ സാധനം കിട്ടിയ ഉള്ളിയല്ലേ കിട്ടുള്ളൂ. ആകെ 2-3 സാധനങ്ങളിലേ ഉള്ളൂ.
അരിയും കടലയും പിന്നെ ചെറുപയറും പിന്നെ പരിപ്പും ഇങ്ങനെ 2-3 ഐറ്റംസ് പഞ്ചസാര. മന്ത്രി പറഞ്ഞത് ഇന്നത്തോടുകൂടി എല്ലാ സാധനങ്ങളും എല്ലാവരും കിട്ടിത്തുള്ളൂ. പറച്ചിലല്ലാണ്ട് കാര്യത്തിൽ വന്നിട്ടൊന്നും ഇല്ലല്ലോ ഒന്നും. ഈ 2 സാധനങ്ങൾക്കേ ഇപ്പോൾ വില കൂട്ടിയിട്ടുമുണ്ട്. സാധാരണ 3 രൂപ കൂട്ടിയിട്ടുണ്ട് എല്ലാ സാധനത്തിനും. പഞ്ചസാരക്ക് 6 രൂപ കൂടി. പഞ്ചസാരക്ക് കിലോന് അരിക്ക് കിലോന് 3 രൂപ കൂട്ടി. 30 രൂപേൻ്റെ അരിക്കും 3 രൂപ അതേ കൂട്ടി. എല്ലാ സാധനവും വാങ്ങി. സബ്സിഡി സാധനങ്ങളല്ലേ? സബ്സിഡി സാധനങ്ങളേ ഉള്ളൂ. സബ്സിഡി 2-3 സാധനങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള സാധനം ബാക്കിയൊന്നും വന്നില്ല എന്നാണ് പറയുന്നു. പഞ്ചസാരക്കും വില കൂടിയിട്ടുണ്ട്. പഞ്ചസാരക്ക് നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താട്ടാ മാർക്കറ്റ് വിലയെക്കാട്ടിയും പിന്നെ 10 റുപ്യ അധികം കിട്ടുക. കാരണം ഇപ്പം പുറത്ത് 220 റുപ്യക്ക് 1 കിലോ മുളക് കിട്ടുന്നത് ഇവിടെ അര കിലോന് 109 റുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 20 റുപ്യോളം പൊതു മാർക്കറ്റിലെക്കാട്ടിയും കൂടുതലാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. ചെറിയ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഇല്ലതാണ്. ഇപ്പോൾ ഈ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്നലെ 27 റുപ്യ 50 പൈസക്ക് പഞ്ചസാര കൊടുത്തിന്. ഇവിടെ ഇപ്പോൾ 36 റുപ്യം പൈസക്കാണ് 1 കിലോ പഞ്ചസാര കൊടുക്കുന്നത്. ഇതേ 1 കിലോ തന്നെ അവിടുന്ന് 27 റുപ്യം പൈസക്ക് ഇന്നലെ പൊതു മാർക്കറ്റിലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് പായസം വെച്ചാൽ ലേശം രുചി കുറയും. രുചി കുറയെല്ലാം മധുരം കുറയും. ഈ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് പായസം വെച്ച് കഴിഞ്ഞാൽ അതിന് മധുരം കുറയും എന്നുള്ളത് തന്നെയാണ്. ഓണത്തിന് രുചി കുറഞ്ഞ ഭക്ഷണം ആണെങ്കിൽ കൂടി അതിനകത്ത് ചേരുവകൾ ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ എത്തിയിട്ടുള്ള ഈ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടുള്ളവർ പങ്കുവെക്കുന്നത്. എന്തായാലും ഓണക്കാലമാണ്. സർക്കാർ അടിയന്തരമായി ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് കൂടി ഈ പറയുന്ന ഇവിടെ എത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉപഭോക്താക്കൾ അത്തരത്തിലുള്ളൊരു കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചുറുബേഷ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.